ഹായ്, നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്ന ഒരു ബ്രേസ്ലെറ്റ് ആണ് കേട്ടോ. സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന ഒരു ബ്രേസ്ലെറ്റ് ആണ്. അതിനിതാ ഒരു കോപ്പർ വയർ എടുത്തിട്ടുണ്ട്, പിന്നെ ബാക്ക് ചെയിന്, അതുപോലെ തന്നെ വൈറ്റ് പേൾ. നിങ്ങൾക്ക് ഗോൾഡൻ ബോൾസൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ ഗോൾഡൻ ബോൾസ് യൂസ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് അതും യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ഹുക്കാണ് വേണ്ടത്. അപ്പോൾ നമുക്കിതാ ഫസ്റ്റ് കട്ട് ചെയ്ത് വെച്ച ഒരു ചെറിയൊരു ബാക്ക് ചെയിൻ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമുക്ക് അത് കഴിഞ്ഞതിന് ശേഷം ഇത് രണ്ടും കൂടെ കൂട്ടി പിടിച്ചിട്ട് ഇതിനുള്ളിൽ കൂടെ ഒരു മുത്തിട്ട് കൊടുക്കാം. നമ്മൾ ഫസ്റ്റ് ബ്രേസ്ലെറ്റ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഈ ഒരു മെത്തേഡ് ചെയ്യാറുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിൽ ഓരോന്നിലായിട്ട് 4 പേൾസ് വീതം, നിങ്ങൾക്ക് പേൾസിൻ്റെ നമ്പേഴ്സൊക്കെ ചേഞ്ച് ചെയ്യട്ടോ, 4 പേൾസ് വീതം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് രണ്ടും കൂടെ കൂട്ടിയിട്ട് ഒരു ഗോൾഡൻ, അല്ലെങ്കിൽ നമുക്ക് വൈറ്റ് ആണെങ്കിൽ വൈറ്റ് തന്നെ മതി. ഞാനൊരു ഭംഗിക്ക് ഗോൾഡൻ ബോൾസ് ഇട്ട് കൊടുക്കുകയാണ്. വൈറ്റ് തന്നെ ഇട്ടാലും മതി കേട്ടോ. രണ്ടും കൂടെ കൂട്ടിയിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇതുപോലെ തന്നെ നമുക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കണം. അതായത് വീണ്ടും നമുക്ക് 4 എണ്ണം ഇട്ട് പിന്നെ ഒരു വൈറ്റ് അല്ലെങ്കിൽ ഗോൾഡൻ ബോൾസ് ഇട്ട് ചെയ്തെടുക്കാം. നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അതിനനുസരിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ഏറ്റവും അവസാനത്തെ ഭാഗത്ത് നമ്മൾ ഫസ്റ്റ് ചെയ്തതുപോലെ വൈറ്റ് പേളാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. രണ്ടും കൂടെ കൂട്ടിയിട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ബാക്ക് ചെയിനും ഹുക്കും കണക്ട് ചെയ്ത് കൊടുക്കാം. ഈസിയാണ്, സിമ്പിളാണ്, കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അതായത് ഞാൻ ഇതിൻ്റെ ഒരു കൈൻ്റെ ഫുള്ള് റൗണ്ടായിട്ട് ഞാൻ ചെയ്യുന്നില്ല, പകരം നമ്മളെ മുകളിലേക്കുള്ളൊരു ഭാഗം മാത്രം ഒരു ബാംഗിൾ പോലെയും ബാക്കിലേക്ക് ഒരു ചെയിന് പോലെ ആ ഒരു രീതി കട്ട് ചെയ്തെടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ റൗണ്ടായിട്ട് ബാംഗിൾ പോലെ കംപ്ലീറ്റ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ ചെറുതാക്കിയിട്ടൊക്കെ ചെയ്യാം കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള ബീഡ്സൊക്കെ വെച്ചിട്ട് ചെയ്യാം. ഓക്കെ, നമ്മളെ ബ്രേസ്ലെറ്റ് റെഡി ആയിട്ടുണ്ട്.